മണാലി, സോളങ് വാലി, റൊത്താങ്, കോക്സർ അതുവഴി കസോളിൽ പോകാൻ 600 കിലോമീറ്റർ ഒറ്റ ദിവസം പോകാൻ എടുത്തെങ്കിൽ എന്തുകൊണ്ട് ഈ വീഡിയോ വൈകിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അങ്ങനെ നീണ്ട ഒറ്റ സ്ട്രെച്ചിലെ ഒരു യാത്രയായിരുന്നു നമ്മുടെ കസോളിലോട്ട്. ഇത്രയും നേരം നല്ല നല്ല വഴികളായിരുന്നു. ഇപ്പം വന്ന് വഴി പോലും കാണാനുണ്ടായിരുന്നില്ല. സത്യം പറയാലോ, ഒന്ന് കാല് തെറ്റിയാൽ പിന്നെ അറബിക്കടലിൽ കണ്ടാൽ മതി. ഒരുവിധം ടാസ്ക് ഏറിയ പരിപാടിയായിരുന്നു ഈ സംഭവം. അങ്ങനെ ഫൈനലി നമ്മൾ കസോൾ എത്തി. കസോളിൽ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ആർമിക്കാരനായ ഫിജിലേറ്റന്റെ ഒരു കസിന്റെ സ്ഥലത്താണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കിട്ടുന്ന ഓരോ ബന്ധങ്ങൾ കാരണം എവിടെയൊക്കെ യൂസ് ആവുന്നതെന്ന് അറിയില്ലല്ലേ. പറയാതിരിക്കാൻ വയ്യ, നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി സ്റ്റേ ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്തായാലും അവരുടെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുത്തേക്കാം. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഫുഡ് എല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ പൂഞ്ചൊക്കെ ധരിച്ച് നമ്മൾ ആദ്യം പോയത് മണികരൻ ടെമ്പിളിലോട്ടായിരുന്നു. അത് കഴിഞ്ഞ് തോഷിലോട്ട് നമ്മുടെ യാത്ര തുടർന്നു. എന്തായാലും ഒന്ന് പറയാലോ, നിങ്ങൾ നേരി കാണുന്നതിന് അത്ര ഒന്നും ഈ ഫോണിൽ എനിക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. ഈ തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു വിശപ്പും ദാഹവും ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നിരുന്നു. എന്തായാലും കഴിച്ചത് വെച്ചാൽ ബെസ്റ്റ് മാഗി നമ്മൾ തോഷിന്ന് കഴിച്ചു. നമ്മൾ എന്തായാലും വന്ന ടൈം അടിപൊളി ടൈമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയതുകൊണ്ട് തന്നെ തീരെ സമാധാനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഞാൻ ദാ ഹിമാചലിൽ ഇട്ടിട്ടാണ് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യാത്ര പറയാതെ ഞാൻ മണാലിയിൽ നിന്ന് ഡൽഹിയിലോട്ട് ബസ് കയറി. അപ്പൊ ശരി, പിന്നെ കാണാം.